നമസ്തേ. മഹാമാരിയുടെ ആശങ്ക ലോകത്തെ കാർന്നു തിന്നുമ്പോൾ ആർക്കും അതിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അതുതന്നെയാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത്. ബഹ്റൈനിലെ പ്രവാസികളുടെ ആധിയും ചില്ലറയല്ല. ആശങ്കയുടെ നടുവിൽ നിന്നും എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതി എന്ന് കരുതുന്നവർ മടങ്ങുകയാണ് ജന്മനാടിൻ്റെ കരുതലിലേക്ക് ഈ മാസം 7 മുതൽ. ഇതിൽ തൊഴിൽ നഷ്ടമായ ഒട്ടേറെ പേരുണ്ട്. ഇനി എന്ത് എന്ന ചോദ്യം പലർക്കും സമസ്യയാണ്. സ്വാഗതം പ്രവാസികൾ പറയട്ടേയിലേക്ക്. ഞാൻ ലിയോ രാധാകൃഷ്ണൻ. ഇന്ന് ബഹ്റൈനിൽ നിന്നും മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ അറിയേണ്ടത് എന്തെല്ലാം എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് IMA ബഹ്റൈൻ പ്രസിഡന്റ് ഡോക്ടർ ബാബു രാമചന്ദ്രൻ, KMCC ബഹ്റൈൻ പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ, മാധ്യമപ്രവർത്തക രാജി ഉണ്ണികൃഷ്ണൻ, സംസ്കൃതി ബഹ്റൈൻ പ്രതിനിധി ഉഷ ജയമോഹൻ. ആദ്യം നമുക്ക് ഡോക്ടറിലേക്ക് കടക്കാം. ഡോക്ടർ ബാബു രാമചന്ദ്രൻ, ബഹ്റൈനിൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? എന്താണ് രോഗികളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചും മാനസിക നില സംബന്ധിച്ചും അങ്ങേക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്? ഡോക്ടർ ബാബു രാമചന്ദ്രൻ, അങ്ങേക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഓക്കെ, അദ്ദേഹത്തിന് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. കണക്ടിവിറ്റി പ്രശ്നമുണ്ട്. എന്തായാലും നമുക്ക് ശ്രീ ഹബീബ് റഹ്മാനിലേക്ക് പോകാം. ശ്രീ ഹബീബ് റഹ്മാൻ, ഇപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. കഴിഞ്ഞ 3-4 ദിവസം മുൻപ് നമ്മൾ ബഹ്റൈനിലെ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ അവസ്ഥ എന്താണ്? നാട്ടിലേക്ക് മടങ്ങി വരുവാനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നവരുടെ പ്രതീക്ഷ എത്രത്തോളം, അല്ലെങ്കിൽ അവർ എന്താണ് അവരുടെ മനസ്സിലുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്കറിയേണ്ടത്. ശ്രീമതി രാജി ഉണ്ണികൃഷ്ണൻ, എന്താണിപ്പോൾ അവിടുത്തെ അവസ്ഥ? എത്രത്തോളം രോഗവ്യാപനം നടന്നിട്ടുണ്ട്? മറ്റ് ഗൾഫ് രാജ്യങ്ങളെക്കാൾ വ്യാപന തോത് കുറവായിരുന്നു കഴിഞ്ഞ ആഴ്ച വരെയും. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതും, ഒപ്പം തന്നെ രോഗികളുടെ ആശങ്ക എത്രത്തോളം വർദ്ധിക്കുന്നു എന്നുള്ളത്, കൂടാതെ എത്രത്തോളം വേഗത്തിൽ അവിടുത്തെ അധികാരികൾ ഈ ഒരു വിഷയത്തിൽ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു? ഇപ്പോൾ ഇതിൻ്റെ ഒരു രോഗത്തിൻ്റെ ഒരു വ്യാപ്തി എന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കമ്പയർ ടു മറ്റ് ഗൾഫ് കൺട്രീസ് വെച്ച് നോക്കുമ്പോൾ കുറവാണ് ഇവിടെ. എങ്കിലും നമുക്ക് ഡെയിലി കേസസ് വരുന്നുണ്ട്, ഹൺഡ്രഡ്സ് എന്നുള്ള കണക്കിൽ. ഇപ്പോൾ ഒരു 1910ഓളം ആക്റ്റീവ് കേസസ് ആണ് ഇപ്പോൾ ബഹ്റൈനിലുള്ളത്. എന്നാൽ അതുപോലെ തന്നെ അറൗണ്ട് 1800+ റിക്കവറീസ് നമുക്കുണ്ട് ഇവിടെ. ഇത്രയും കേസസ് എന്ന് പറയുമ്പോൾ അത് ഒരു മാസീവ് ടെസ്റ്റിങ്ങിൻ്റെ റിസൾട്ടാണ്. സോ അതൊരു പോസിറ്റീവ് ആസ്പെക്റ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഓൾമോസ്റ്റ് 17,000 or rather 18,000+ ആൾക്കാരെയാണ് ഇവിടെ ഗവൺമെൻറ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നാച്ചുറലി നമ്മൾ കൂടുതൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ കേസസ് റിവീലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ആശങ്കയ്ക്ക് കാരണം എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. അതിന് പകരം ഇത് ഒരു ഗവൺമെൻറ്റിൻ്റെ എഫക്റ്റീവ് സ്റ്റെപ്പായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ഒരുപാട് റാൻഡം ടെസ്റ്റിംഗ് ഉണ്ട്, ഫാമിലീസിലേക്ക് ഇപ്പോൾ ടെസ്റ്റ് നീണ്ടുന്നുണ്ട്, റെസിഡൻസിനിടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ട് എന്ന് ഞാൻ പറയില്ല. ബട്ട് ഇത് ഒരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ സ്റ്റെപ്പായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ നാച്ചുറലി ബഹ്റൈൻ എന്ന് പറയുന്നത് ഒരു വളരെ ചെറിയൊരു രാജ്യമാണ്. ഇവിടെ ഒരു 1.6 മില്യൺ അടുത്താണ് ഇതിൻ്റെ പോപ്പുലേഷൻ. അതിൽ മോർ ദൻ 60% എക്സ്പാറ്റ്സ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാച്ചുറലി എക്സ്പാറ്റ്സിലായിരിക്കും നമ്പർ ഓഫ് കേസസ് കൂടുതൽ. അതും ഒരു ഹൈലൈറ്റ് ആയിട്ട് ഞാൻ ഒരിക്കലും കാണില്ല, ബിക്കോസ് അത് നാച്ചുറലാണ്. കൂടുതലുള്ള പോപ്പുലേഷനിൽ നിന്ന് പോസിറ്റീവായിട്ട് ടെസ്റ്റ് ചെയ്യുകയുള്ളൂ. പിന്നെ ഇതൊക്കെ ഒരു പോസിറ്റീവ് സൈഡാണ് ഞാൻ കാണുന്നത്. പിന്നെ നമ്പർ ഓഫ് ഫെസിലിറ്റീസ് ഇവിടെ ഒരുപാട് ഡേ ബൈ ഡേ അവർ ഫെസിലിറ്റീസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ക്വാറന്റീൻ ആണെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ് ആണെങ്കിലും നാച്ചുറലി ചെറിയ ചെറിയ ഹിച്ചസ് എല്ലായിടത്തും ഉണ്ടാവും. ഇതൊന്നും നമ്മൾ ആരും പ്രതീക്ഷിച്ചൊരു സാഹചര്യമല്ല. എല്ലാ കൺട്രിക്കും ഇതൊരു പുതിയ സിറ്റുവേഷനാണ്. അതുപോലെ തന്നെ ബഹ്റൈനിലും. പക്ഷേ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് വളരെ എഫക്റ്റീവായിട്ട് തന്നെയാണ് ഇവിടുത്തെ ഗവൺമെൻറ് പോസിറ്റീവായിട്ട് തന്നെയാണ് സ്റ്റെപ്സ് എടുക്കുന്നത്. അവർ ഓരോരോ ചെറിയ മൈനർ ഇഷ്യൂസും അഡ്രസ്സ് ചെയ്യുന്നുണ്ട് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദ കമ്മ്യൂണിറ്റി. അതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. തീർച്ചയായിട്ടും ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ ഡോക്ടർ ബാബു രാമചന്ദ്രനുമായിട്ടുള്ള കണക്ടിവിറ്റി ശരിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡോക്ടർ, അങ്ങയുടെ നിരീക്ഷണം എന്താണ്? നമസ്കാരം. അവിടുത്തെ കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾ എത്രത്തോളം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നുണ്ട്? നേരത്തെ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ശ്രീമതി രാജി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു, പ്രവാസികൾ അല്ലെങ്കിൽ വിദേശികൾക്ക് കൂടുതൽ പേർക്ക് രോഗം ബാധിക്കുക സ്വാഭാവികമാണ്. ശരിയാണ്. അവിടെ ഓരോ ദിവസവും മികച്ച നടപടികളുമായി ഭരണകർത്താക്കൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്.
വളരെ ഇഫക്റ്റീവായിട്ടുള്ള സ്റ്റെപ്സാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നും. എന്താണ് അവിടുത്തെ രോഗബാധിതരുടെയും ഒപ്പം തന്നെ അങ്ങേക്ക് കൺസൾട്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ള കൊറോണ ബാധിതർ അല്ലാത്ത ആശങ്കാകുലരായിട്ടുള്ള പ്രവാസികളുടെയും ഇപ്പോഴത്തെ അവസ്ഥ? രാജി പറഞ്ഞ പോലെ ഇവിടെ ശരിക്കും പറയണമെങ്കിൽ ടെസ്റ്റിംഗ് കൂടുതലാണ്. ടെസ്റ്റിംഗ് കൂടുതലാകുമ്പോൾ നാച്ചുറലി ലോകത്ത് എവിടെ ആയാലും ടെസ്റ്റിംഗ് കൂടുതലാകുമ്പോൾ കേസസ് കൂടുതൽ വരും. അപ്പോൾ ഇത് പാനിക് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇവിടുത്തെ ഭരണാധികാരികളും ഇവിടുത്തെ ഗവൺമെൻറ്റും ചെയ്യുന്നത് വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് ആവശ്യത്തിന് ഇപ്പം ബഹ്റൈനീസിനോ എക്സ്പാറ്റ്സിനോ ഒരു വ്യത്യാസമില്ലാതെ അവർ ശരിക്കും പറയണമെങ്കിൽ ദേ ആർ ഡീലിംഗ് വിത്ത് ദം. അപ്പം അങ്ങനെ വന്നുകൊണ്ട് ടെസ്റ്റ് കൂടുതലാവുന്നു, അതിൻ്റെ ആവശ്യത്തിനുള്ള ഒരു പരിഹാരം കാണുന്നുണ്ട്. പിന്നെ പൊതുവേ ഞാൻ മനസ്സിലാക്കുന്നത് ആൾക്കാരുടെ ഇടയിൽ ഒരു ഭീതിയുണ്ട്. കാരണം പൊതുവേ ഇതൊരു പുതിയ വൈറസ് ആണ്. അപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ വരുന്ന ആൾക്കാരൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒരു ചെറിയ തുമ്മലൊക്കെ ഉണ്ടെങ്കിൽ ഇത് കൊറോണ ആണോ ഡോക്ടർ, കോവിഡ് ആണോ എന്നുള്ള ഒരു ആശങ്ക. അതാണ് ഇപ്പോൾ കൂടുതലും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അത് ലോകമെമ്പാടും ഇത് തന്നെയാണ് എൻ്റെ ഇഷ്യൂ. പക്ഷേ ട്രീറ്റ്മെൻറ്റ് വൈസ് എല്ലായിടത്തും ഫോളോ ചെയ്യണം അതേ രീതിയിലുള്ള പ്രോട്ടോകോൾ, അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള എല്ലാ മുൻകരുതലും എടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ നീങ്ങുന്നത്. മെഡിക്കൽ ഫ്രറ്റേണിറ്റിയും പിന്നെ മീഡിയയും എല്ലാം കറക്റ്റായിട്ട് ഹൈലൈറ്റ് ചെയ്ത് ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഞാൻ മടങ്ങിയെത്താം. ശ്രീ ഹബീബ് റഹ്മാൻ വളരെ സജീവമായി സാമൂഹിക സേവന രംഗത്ത് നിലനിൽക്കുന്ന വ്യക്തിയാണ്. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? 7-ാം തീയതി മുതൽ മടങ്ങുകയാണ്. മടങ്ങാൻ ആഗ്രഹിച്ചവർ രജിസ്റ്റർ ചെയ്ത ക്രമത്തിൽ നിന്നും, രജിസ്റ്റർ ചെയ്ത പ്രവാസികളിൽ നിന്നും മുൻഗണനാക്രമം തീരുമാനിച്ച് അവരെ മടക്കിക്കൊണ്ടുവരും. 8-11 തീയതികളിലാണ് ബഹ്റൈനിൽ നിന്നുള്ള ഈ ആഴ്ചത്തെ വിമാനങ്ങൾ പറക്കുന്നത് കേരളത്തിലേക്ക്. എന്താണിപ്പോൾ പ്രവാസികളുടെ നേരിടുന്ന ഏറ്റവും വലിയ ആശങ്ക എന്താണ് അവിടെ? നമസ്കാരം. ഏകദേശം 85 ലക്ഷം ആളുകളാണ് ഇന്ത്യയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്നത്. അതിൽ തന്നെ UAE, സൗദി അറേബ്യ എന്നീ സ്ഥലങ്ങളിൽ ഏകദേശം 60 ലക്ഷത്തോളം ആളുകളുണ്ട്. ബാക്കി വരുന്ന സ്ഥലങ്ങളിലാണ് ബാക്കി വരുന്ന ആളുകൾ താമസിക്കുന്നത്. വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നിലനിൽക്കുന്നത്. അതിനർത്ഥം എല്ലാ പ്രവാസികളും നാട്ടിലേക്ക് മടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്നുള്ളതല്ല. പ്രയാസം അനുഭവിക്കുന്ന, വിസിറ്റിംഗ് വിസയിൽ വന്ന പ്രായമായ, ഗർഭിണികളായ, വിദ്യാസമ്പന്നരായ വിദ്യാർത്ഥികളുള്ള അങ്ങനത്തെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരിൽപ്പെട്ടിട്ടുള്ളൂ. നമുക്കറിയാം, ഏകദേശം ഇന്നലെ വൈകിട്ട് കിട്ടിയ കണക്കനുസരിച്ച് ഇന്ത്യൻ എംബസിയിൽ നിന്ന് പറഞ്ഞത് 6000 ആളുകളാണ് എംബസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തിരിച്ചുപോക്കിന് വേണ്ടിയിട്ട്. അതിൽ തന്നെ ഒരു പക്ഷേ നമുക്ക് ഇനിയും ആളുകൾ ഇതിൻ്റെ ഈ പാനിക് സിറ്റുവേഷനിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ആളുകളെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം അവർക്കറിയാം ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രയാസം. ക്വാറന്റൈൻ ചെയ്യുന്ന 14 ദിവസം അല്ലെങ്കിൽ 7 ദിവസമൊക്കെ വീട്ടിൽ നിന്നോ മറ്റോ ബന്ധപ്പെടാൻ കഴിയാതെ തനിച്ച് നിൽക്കേണ്ട ഒരവസ്ഥ. ഏകദേശം ഫെബ്രുവരി ആദ്യ ആഴ്ച മുതലാണ് ഇവിടെ ഈ രോഗം കണ്ടെത്തുകയും അതിനുവേണ്ട പ്രിക്കോഷൻസൊക്കെ ഗവൺമെൻറ് എടുക്കുകയും ചെയ്തത്. അന്ന് തൊട്ടേ ഇവിടുത്തെ ആളുകളൊക്കെ പുറത്തിറങ്ങാതെ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെയും അതോടൊപ്പം തന്നെ MOHൻ്റെയും ഒക്കെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് കഴിയുന്നവരാണ്. അപ്പോൾ ഇനിയും അവർക്ക് കൂടുതൽ ഒരു ദിവസം കൂടിയും നാട്ടിൽ ചെന്നതിൻ്റെ ക്വാറന്റൈൻ ചെയ്യാനുള്ള താല്പര്യമൊന്നും ആരും കാണിക്കില്ല. അങ്ങനത്തെ ആളുകളും കുറവാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഗവൺമെൻറ്റുകൾക്ക് ഇതിൽ ശക്തമായ ഇടപെടലുകൾ നടത്താൻ സാധിക്കണം. കാരണം മാസങ്ങളായിട്ട് ജോലിയില്ലാതിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് തിരിച്ചുപോക്ക് തികച്ചും സൗജന്യമായിട്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതൊരു ഇവാക്വേഷൻ സിസ്റ്റം ആകുകയുള്ളൂ. അതല്ലെങ്കിൽ നിലനിർത്തപ്പെട്ട അല്ലെങ്കിൽ COVID-19 കാരണം നിർത്തിയ വിമാന സർവീസുകൾ തുടർന്ന് പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ അതിന് അർത്ഥം വരികയുള്ളൂ. ഈ സാഹചര്യത്തിൽ ഗവൺമെൻറ്റുകൾ മുന്നോട്ട് വരേണ്ടത് പ്രയാസം അനുഭവിക്കുന്ന, സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന ആളുകളെ സൗജന്യമായി നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയായിരുന്നു വേണ്ടത്. അതിന് സാധിച്ചിട്ടില്ല എങ്കിൽ അതൊരു പക്ഷേ ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യത്തിൽ ഗവൺമെൻറ്റുകൾക്ക് സാധിച്ചു എന്ന് വരില്ല. അങ്ങനെ ഉണ്ടാകുന്ന ഒരു അവസരത്തിൽ തീർച്ചയായും ഇതിൻ്റെ കോസ്റ്റ് മാത്രം ഈടാക്കിക്കൊണ്ടുള്ള ഫ്ലൈറ്റ് സർവീസുകൾ പുനരാരംഭിക്കാൻ ശ്രമിക്കണം. കാരണം നമുക്കറിയാം ഇപ്പോൾ ഓയിലിനൊക്കെ വളരെ 0 ലെവലിലാണ് നിൽക്കുന്നത് അതിൻ്റെ കോസ്റ്റ്. അപ്പോൾ പ്രോഫിറ്റ് ഇല്ലാതെ
പ്രോഫിറ്റ് കുറച്ചുകൊണ്ട് ഗവൺമെന്റുകൾ ടാക്സ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് പാവപ്പെട്ട ഈ പ്രവാസികളുടെ ഈ സാഹചര്യത്തിൽ സഹായിക്കാൻ മുന്നോട്ട് വരണം എന്നുള്ളതാണ് ബഹ്റൈൻ KMCCക്ക് ഇതുവഴി അറിയിക്കാനുള്ളത്. തീർച്ചയായിട്ടും അങ്ങയുടെ ഒരാവശ്യം തിരിച്ചു പോകുന്നവർ സ്വാഭാവികമായും തൊഴിൽ നഷ്ടപ്പെട്ടും ഒക്കെ കഷ്ടതകൾ അനുഭവിച്ചും തിരികെ നാട്ടിലേക്ക് മടങ്ങുന്നവരുടെ യാത്ര സൗജന്യമാണ്, അല്ലെങ്കിൽ ലാഭം ഒഴിവാക്കിക്കൊണ്ട് ഒരു നോമിനൽ റേറ്റ് മാത്രം ഈടാക്കിക്കൊണ്ട് അവരെ നാട്ടിലേക്ക് കൊണ്ടുപോവുക. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും എല്ലാവരിൽ നിന്നും ഇതേ അഭിപ്രായമാണ്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്, ഏത് തരത്തിലുള്ള സാഹചര്യമാണ് ഒരുക്കി കൊടുക്കേണ്ടത്, അത് യാത്രയ്ക്ക് ഒരുങ്ങുന്നവരെ അതാത് രാജ്യങ്ങളിലും ഒപ്പം തന്നെ യാത്രാവേളയിലും മടങ്ങിയെത്തി സ്വന്തം നാട്ടിലും ഏത് തരത്തിലാണ് അവരെ ട്രീറ്റ് ചെയ്യേണ്ടത്, ഏത് തരത്തിലുള്ള സാഹചര്യങ്ങളാണ് ഒരുക്കി കൊടുക്കേണ്ടത്, ഇതാണ് നമ്മൾ ഈ ചർച്ചയിലൂടെ ഉയർത്തിക്കൊണ്ടുവരുവാനും ആഗ്രഹിക്കുന്നത്. ശ്രീ ഹബീബ്, ഞാൻ മടങ്ങിയെത്താം. ഞാൻ പോകുന്നു സംസ്കൃതി ബഹ്റൈൻ്റെ പ്രതിനിധി ശ്രീമതി ഉഷ ജയമോഹനിലേക്ക്. ശ്രീമതി ഉഷ ജയമോഹൻ, എന്താണ് നിരീക്ഷണം? എത്രത്തോളം കാര്യക്ഷമമായാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേന്ദ്ര സർക്കാരും ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും ഒക്കെ? എത്രത്തോളം ഉജ്ജ്വലമായ ഇടപെടൽ അത് എന്തിൽ തന്നെയാണെങ്കിൽ തന്നെയും രോഗബാധിതരായിട്ടുള്ള ഇന്ത്യക്കാർ അവിടെ ഉണ്ടെങ്കിൽ അവരുടെ ക്ഷേമകാര്യങ്ങൾക്കും ചികിത്സയ്ക്കുമൊക്കെ ഇടപെടുന്നത്, ഒപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിൽ ഇനി അങ്ങോട്ട് ഒട്ടേറെ പേർ 6000-ഓളം പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എംബസിയുടെ വെബ്സൈറ്റിലൂടെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീ ഹബീബും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അതിൽ പോകാൻ തയ്യാറുള്ളവരുടെ മുൻഗണനാ ലിസ്റ്റ് തയ്യാറാക്കുമ്പോഴൊക്കെ തന്നെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്, എന്തൊക്കെ സേവനങ്ങളായിരിക്കണം അവർക്ക് അധികാരികളിൽ നിന്നും ഇന്ത്യൻ അധികാരികളിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്? നമസ്കാരം ശ്രീ ലിയോ, അതുപോലെ തന്നെ മറ്റു പാനൽ അംഗങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഈ ചർച്ചയിലേക്ക്, ആനുകാലിക പ്രസക്തമായ ഈ ചർച്ചയിലേക്ക് എന്നെയും കൂടി ക്ഷണിച്ചതിൽ ഞാൻ എൻ്റെ നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. പിന്നെ ലിയോ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് എൻ്റെ മറുപടി, ബഹ്റൈൻ എന്നത് ഒരു വളരെ ചെറിയ രാജ്യമാണ്. ഇപ്പോൾ രാജീവ് പറഞ്ഞതുപോലെയും 17 ലക്ഷത്തോളം വരുന്ന ഒരു പോപ്പുലേഷൻ. ഈ പോപ്പുലേഷന്റെ ഒരു ഡെൻസിറ്റി പറയുകയാണെങ്കിൽ സ്ക്വയർ കിലോമീറ്ററിൽ 2240 പേരെന്നുള്ള ഒരു അർബൻ പോപ്പുലേഷൻ പോലെയാണ് ഇവിടെ കാണുന്നത്. നമുക്കറിയാം ഈ ഒരു രാജ്യത്തില് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഇപ്പം പെർസെൻറ്റേജ് വൈസ് പറയുമ്പോൾ 60% പ്രവാസികളാണെന്ന് പറഞ്ഞു, വിദേശികളാണെന്ന് പറഞ്ഞു. ഈ 60% വിദേശികൾക്കിടയിലേക്കാണ് ഇപ്പൊ രോഗത്തിന്റെ വ്യാപനം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ ആദ്യത്തെ കേസ് ഒഫീഷ്യലായിട്ട് നമ്മൾക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി നമ്മൾ അറിഞ്ഞത് ഫെബ്രുവരി 24-ാം തീയതിയാണ്. അതിനുശേഷം ഒരു 3 ദിവസത്തിനുള്ളിൽ തന്നെ ഇവിടുത്തെ ഗവൺമെന്റ് വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആദ്യം തന്നെ അവർ ചെയ്തത് സ്കൂളുകളെല്ലാം അടയ്ക്കുകയായിരുന്നു. ഈ സ്കൂളുകൾ അടച്ചത് വഴി ഈ രോഗത്തിന്റെ വ്യാപനം വളരെ നിയന്ത്രിക്കാനായിട്ട് ഈ ഗവൺമെന്റിന് സാധിച്ചു. മറ്റ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെയാണ് അത് ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം പറയാം. ഈ ഒരു രോഗത്തിന്റെ വ്യാപനം കൂടുതലായി കണ്ടു എന്ന് കണ്ടപ്പോൾ ലോക്ക്ഡൌൺ തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്തത്. ഏതാണ്ട് 15 ദിവസത്തെ ലോക്ക്ഡൌൺ ആണ് ഇവിടെ പ്രഖ്യാപിച്ചത്. ഇതിന് ശേഷം പിന്നെ ഇടയ്ക്ക് ഒരു ചെറിയ കാലത്ത് ലോക്ക്ഡൌൺ പിൻവലിച്ചുവെങ്കിലും അതിന്റെ രോഗവ്യാപനം കൂടുന്നു എന്ന് കണ്ടപ്പോൾ വീണ്ടും ഇപ്പോൾ നമ്മളൊരു ലോക്ക്ഡൌണിലൂടെയാണ് കടന്നു പോകുന്നത്. മെയ് 9-ാം തീയതി വരെ ഈ ലോക്ക്ഡൌൺ തുടരുകയും ചെയ്യും. ഇനി ഇന്ത്യ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഭാരതത്തിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ ആദ്യ ദിവസം തൊട്ട് ചൈനയിൽ കോവിഡ് ബാധിച്ചു എന്ന് കേട്ട് ജനുവരി 8-ാം തീയതി നമ്മുടെ രാജ്യത്തില് ആദ്യമായിട്ട് തന്നെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തില് ഒരു ചർച്ച, ഒരു മീറ്റിംഗ് തന്നെ സംഘടിപ്പിച്ചു. അതിനുശേഷം പിന്നെ 25-ാം തീയതി ഇതിന്റെ വ്യാപനം കൂടുന്നു എന്ന് കണ്ടപ്പോൾ 25-ാം തീയതി തന്നെ PM-ന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ചേർന്നിട്ട് ഇതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലായിരിക്കണം എന്ന് തീരുമാനിച്ചു. ഇങ്ങനെ ലാബ് എവിടെയൊക്കെ ടെസ്റ്റുകൾ നടത്താം, എത്ര പേർക്ക് ടെസ്റ്റ് നടത്താം, ഇതെല്ലാം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടേയിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഈ രാജ്യത്തില്, നമ്മുടെ രാജ്യത്തിലെ 135 കോടി ജനങ്ങളും സുരക്ഷിതരായിരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോടെ കൂടി തന്നെയാണ് പ്രധാനമന്ത്രി അതുപോലെ മറ്റു മന്ത്രി അംഗങ്ങളും മന്ത്രിസഭാ യോഗത്തിലും ഒക്കെ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഇപ്പോൾ ഇവിടെ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന്, അല്ലെങ്കിൽ പ്രവാസികളെ കൊണ്ടുപോകണം എന്ന് വളരെ ശക്തമായിട്ട് ആദ്യ ദിവസം തൊട്ട് തന്നെ, അല്ലെങ്കിൽ വളരെ ഇവിടുത്തെ രോഗവ്യാപനം കൂടി തുടങ്ങിയ സമയത്ത് തൊട്ട് പറഞ്ഞിരുന്ന ആളുകള് ഇപ്പോൾ ചുവട് മാറ്റുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്.
ആദ്യ സമയങ്ങളിൽ എല്ലാവരെയും കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവര് ഇപ്പം എല്ലാവരും പോരണ്ട എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ കേന്ദ്ര ഗവൺമെന്റിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ലിമിറ്റേഷൻ അല്ല അത് ശരിക്കും ഒരു കരുതലാണ്. നമുക്കറിയാം, നമ്മുടെ ഇവിടെ ലോക്ക്ഡൌൺ തുടങ്ങിയ സമയത്ത് നമ്മളോട് പറഞ്ഞിരുന്നത് എന്താണ്? എവിടെയാണോ നിങ്ങൾ ഇരിക്കുന്നത് അവിടെ നിങ്ങൾ തുടരണം എന്നാണ് നമ്മളോട് പറഞ്ഞത്. അത് ഈ 135 കോടി ജനങ്ങളും അത് കേൾക്കേണ്ടതായിരുന്നു. WHO അത് തന്നെയാണ് പറഞ്ഞത്. ഈ ജനങ്ങള് അവിടെ ഇരുന്നാലുള്ള ഗുണം എന്താണ്? നമ്മളിപ്പോൾ ഏറ്റവും മുഖ്യമായിട്ട് പറയുന്ന ലോഗോ തന്നെ എന്താണ്? സ്റ്റേ അറ്റ് ഹോം ആണ്. ഈ ഒരു കാഴ്ചപ്പാടോട് കൂടി തന്നെയാണ് പ്രവാസികളെ തിരിച്ചു കൊണ്ടുപോകുന്നതിന് ഒരു ഡിലേ വന്നത് എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളതും ഞാൻ ഒബ്സർവ് ചെയ്തതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ നമുക്കറിയാം, ഇവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് ആളുകൾ ചെല്ലുന്നു എന്ന് കേട്ടു തുടങ്ങിയപ്പോൾ അവിടെ ആശങ്കയായി. ഇവരെല്ലാം കൂടി വന്നാൽ ഇനി എന്ത് ചെയ്യും എന്നൊരു ചിന്തയായി. അപ്പോൾ ഇതിന് നേരത്തെ ആയിരുന്നെങ്കിലും ഇത് തന്നെയല്ലേ സംഭവിക്കുക. പക്ഷെ എനിക്കറിയാം, നമ്മൾ അടുത്ത മറ്റന്നാൾ തൊട്ട് ഈ ഒരു ഇവാക്യുവേഷൻ പ്രോസസ്, ഇവാക്യുവേഷനിൽ നിന്ന് പറയാൻ പറ്റില്ല എന്ന് ശ്രീ ഹബീബ് പറയുന്നുണ്ടായിരുന്നു. കാരണം ടിക്കറ്റ് എടുത്താണ് പോകുന്നതെന്ന് പറഞ്ഞു. നമ്മൾ ഇത്രയും വലിയൊരു രാജ്യത്തിൽ എനിക്ക് മനസ്സിലായിടത്തോളം ആദ്യത്തെ സമയം തൊട്ട് ഏതാണ്ട് $1.5 ബില്യൺ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നമ്മുടെ രാജ്യം ആദ്യത്തെ സ്റ്റെപ്പായിട്ട് എടുത്തത്. അതുപോലെ തന്നെ എല്ലാവർക്കും BPL APL ഒന്നും വ്യത്യാസമില്ലാതെ കാർഡുകളൊക്കെ കൊടുത്ത് നമ്മൾക്ക് ഈവൻ ഫുഡ് ഗ്രെയിൻസ് കൊടുക്കുന്നതും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു രാജ്യത്തിന് ഇപ്പം ഇവിടെ നിന്ന് പോകാൻ പറ്റുന്ന ആൾക്കാർക്ക് ടിക്കറ്റ് എടുത്തു പോകുക എന്നുള്ളത് ഒരു വലിയ ബേർഡൻ ആയിട്ട് കരുതണ്ട എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം പല എയർലൈൻസിനെയും വിളിച്ചിട്ട് അവരുടെ ടിക്കറ്റ് റേറ്റ് നോക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ടിക്കറ്റ് കൊടുക്കാനായിട്ട് സാധിച്ചത് എയർ ഇന്ത്യക്ക് മാത്രമാണ്. മറ്റു രാജ്യങ്ങളൊക്കെ ചെയ്തത് 3 ഇരട്ടി ടിക്കറ്റ് വരെ റേറ്റിലാണ് മറ്റുള്ളവരൊക്കെ കൊണ്ടുപോയിരുന്നത്. ഇവിടെ നോമിനൽ റേറ്റിലാണ്. നമ്മളിപ്പോ UAEയുടെ 700 ദിർഹം എന്ന് പറയുന്നത് ഒരു നോമിനൽ റേറ്റ് ആണെന്നാണ് എന്റെ വിശ്വാസം. പിന്നെ ഒരു കാര്യമുണ്ട്, ജെനുവിൻ ആയിട്ട് നീഡി ആയിട്ടുള്ള ആൾക്കാർക്ക് ടിക്കറ്റ് തിരിച്ചു കൊടുക്കുക. അവരുടെ പൈസ ഏതെങ്കിലും ഇപ്പൊ നമ്മളുടെ എനിക്ക് തോന്നുന്ന ഡോക്ടർ ബാബു രാമേന്ദ്രനൊക്കെ പറയാൻ പറ്റുമായിരിക്കും, ICWF ഫണ്ടിന്റെയോ അല്ലെങ്കിൽ ICM അതിന്റെ ഏതെങ്കിലും ഒരു ഫണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേമ നിധി പ്രവർത്തനങ്ങളോ ഉണ്ടെങ്കിൽ അതുവഴി കൊടുത്ത് സഹായിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും എന്തായാലും അത്തരത്തിൽ തന്നെ ഉണ്ടാകണം മാഡം. കാരണം ICWF ഫണ്ട്, ഈ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് എന്ന് പറയുന്നത് വലിയൊരു തുകയുണ്ട്. അത് ചിലവാക്കേണ്ടത് ഈ ഘട്ടത്തിലാണ്, ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിലാണ് എന്നുള്ളത് വാസ്തവമാണ്. ശ്രീമതി രാജി ഉണ്ണികൃഷ്ണനിലേക്ക് പോകാം. ശ്രീമതി രാജി, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്, ഈ ചർച്ചയുടെ ഉദ്ദേശം തന്നെ മടങ്ങിപ്പോകുന്നവർ അറിയേണ്ടത് എന്തെല്ലാം എന്നാണ്. അതിനുള്ള അത്തരത്തിലൊരു വിഷയം തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കാരണം, ഒട്ടേറെ പേർ ആദ്യഘട്ടത്തിൽ പാനിക്കായി നാട്ടിലേക്ക് എങ്ങനെയും എത്തിയാൽ മതി എന്നുള്ള ഒരു തീരുമാനവുമായി മുന്നോട്ട് പോയിരുന്നു. ഒട്ടേറെ ഘടകങ്ങൾ അതിനുണ്ടായിരുന്നു. കുറേയേറെ പേർ എരുതിയിൽ എണ്ണയൊഴിച്ചുകൊണ്ട് രംഗത്തും ഉണ്ടായിരുന്നു. കുറേയേറെ മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ കാര്യങ്ങളുടെ നിജസ്ഥിതി അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, അവർക്ക് ബോധ്യമായിക്കൊണ്ടിരിക്കുകയുമാണ് എന്ന് വേണം കരുതാൻ. എന്തായാലും ഈ 6000-ൽ ഏറെ പേർ രജിസ്റ്റർ ചെയ്തു എങ്കിൽ പോലും അതിൽ എല്ലാവരും നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറായേക്കില്ല. പക്ഷേ തൊഴിൽ നഷ്ടപ്പെട്ടവർ, വരുമാനമില്ലാതെ അവിടെ നിൽക്കുന്നവർ, വയോജനങ്ങൾ, അവർക്കൊക്കെ മടങ്ങേണ്ടി വന്നേക്കും. പക്ഷേ ഈ തൊഴിൽ സമൂഹത്തോട്, തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുന്നവരുടെ കാര്യത്തിൽ നമുക്കെന്തായാലും അവർ പോയേ മതിയാവൂ എന്ന് പറയുന്നതിനൊപ്പം തന്നെ പൊതുവിൽ നാട്ടിലേക്ക് പോകാൻ മടങ്ങി നിൽക്കുന്നവരോട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്? അവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? കാരണം ഈ കൊറോണ കൊണ്ടൊന്നും അവസാനിക്കുന്നതല്ല നമ്മുടെ വിദേശ രാജ്യങ്ങളിലെ തൊഴിലവസരങ്ങൾ എന്നുള്ളത് ഒരു ഉദാഹരണം. അത്തരത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്? വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ചോദിച്ചത്. ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു ചോദ്യമാണിത്. ആക്ച്വലി ഇപ്പോൾ ഹോൾ സിനാരിയോ നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ ജോലി നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ടോട്ടലി ജോലി കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ട് ഒരു വരുമാനവുമില്ലാതെ, ഒരു ലൈക്ക് ഫുഡ് പോലും ഇല്ലാത്ത ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്. പിന്നെ ഒരുപാട് കുറച്ച് എൽഡർലി ആയിട്ടുള്ള, സിക്കായിട്ടുള്ള, തീരെ സുഖമില്ലാത്ത ഒരുപാട് പേരുണ്ട്. വിസിറ്റ് വിസയിൽ ഇവിടെ വന്നിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഇതൊരു കാറ്റഗറി മാറ്റി നിർത്തിയ എൻ്റെ ഒരു അസസ്മെൻറ്റ് വെച്ചാൽ ഒരു 50% ഓഫ് ദി ആൾക്കാർ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ
ഇതൊരു ടെമ്പററി ഇഷ്യൂ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ബുദ്ധിമുട്ടില്ല, കഷ്ടപ്പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു യുണീക്ക് സിറ്റുവേഷനാണ്, നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു സിറ്റുവേഷനാണ്. ഫ്രം ടോപ്പ് ടു ബോട്ടം എല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ ചിലർക്ക് ജോലി നഷ്ടപ്പെടുമ്പോൾ ചിലർക്ക് സാലറി കട്ടാണ്, അതേ സാലറി കട്ടിൽ തന്നെ റെൻറ്റ് കൊടുക്കേണ്ട അവസരങ്ങളുണ്ട്, മെഡിസിൻസ്, ഇതെല്ലാം എക്സ്പെൻസ് വൈസ് എല്ലാവരും ഹിറ്റ് ആയിട്ടുള്ളൊരു സമയം തന്നെയാണിത്. പക്ഷേ ഈ 1% ആൾക്കാരോട് എൻ്റെ ഒരു ഒബ്സർവേഷൻ, എൻ്റെ ഒരു ഉപദേശവും, ഞാൻ ആസ് എ ജേർണലിസ്റ്റ് ഞാൻ കാണുന്ന കാര്യം പലപ്പോഴും ഞാൻ പറയുന്നതാണ്, നമ്മൾ പെട്ടെന്ന് എടുത്ത് ചാടി നാട്ടിലേക്ക് പോകണം നാട്ടിലോട്ട് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ വാട്ട് നെക്സ്റ്റ് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പെട്ടെന്ന് ഒരു ആവേശത്തിന് ഒരു പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഈ ഫസ്റ്റ് ഫ്ലൈറ്റിൽ എത്തി നമ്മൾ നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു വരുമാന മാർഗമുണ്ടോ, നമുക്കൊരു ബാങ്ക് ബാലൻസ് ഉണ്ടോ? അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ തന്നെയും ഇവിടെ അല്ലെങ്കിൽ ബഹ്റിനിലെ പോലെ എവിടെയാണെങ്കിലും പുറത്ത് വർക്ക് ചെയ്യുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മളിപ്പോൾ ഉള്ള സിറ്റുവേഷൻ ഇതൊരു ടെമ്പററി സിറ്റുവേഷനാണ്. ഇപ്പം എൻ്റെ കൂടെയുള്ള പാനലിസ്റ്റ് എല്ലാവരും പറഞ്ഞൊരു പോയിൻ്റാണ്, ഇതൊരു ടെമ്പററി സിറ്റുവേഷനാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് കുറച്ചൊക്കെ നമ്മളൊരു സംയമനം പാലിക്കണം എന്ന് കുറച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത് ഓവർകം ചെയ്യാവുന്ന ഒരു സിറ്റുവേഷനാണ്. ഇവിടെ കമ്മ്യൂണിറ്റി നല്ല സപ്പോർട്ടുള്ള ഒരു കൺട്രിയാണ്. എല്ലാ കമ്മ്യൂണിറ്റിയും ഇറസ്പെക്റ്റീവ് ഓഫ് എനിത്തിങ്, നാഷണാലിറ്റി ആയാലും പൊളിറ്റിക്സ് ആയാലും ഒന്നും നോക്കാതെ ദർ ആർ വോളണ്ടിയർ ഗ്രൂപ്പ്സ് സപ്പോർട്ടിങ് പീപ്പിൾ. ഫുഡില്ലാത്തവർക്കാണെങ്കിലും താമസിക്കാൻ സ്ഥലമില്ലാത്തവർക്കാണെങ്കിലും ഫ്രീ ആയിട്ട് എല്ലാം കൊടുക്കുന്നുണ്ട്. ഇതൊരു പാസിംഗ് ഫേസ് ആയിട്ട് കാണണം എന്നാണ് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്. ദേ ഷുഡൻറ്റ് ഒരു ഹേസ്റ്റി ഒരു ഡിസിഷൻ അവർ എടുക്കരുത് ഒരിക്കലും. പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ഡെസ്പറേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അവർക്ക് എങ്ങനെയെങ്കിലും ഇവിടെ വന്നാൽ മതി, കാരണം വിസ കാലാവധി കഴിയുന്നു, ഇവിടെ ഒരു ജോലിയുണ്ട്, ഇപ്പം ശമ്പളം തരത്തില്ലായിരിക്കാം, പക്ഷേ അറ്റ്ലീസ്റ്റ് 2-3 മാസം കഴിയുമ്പോൾ അതാണ് ഒരു വരുമാനം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഉള്ളത് ഇട്ടിട്ട് ഈ ഒരു പാനിക്കിൽ ഒരിക്കലും ഒരു ഡിസിഷൻ എടുക്കരുത്. ഇതൊരു ഫിയർ ആയിട്ട് എടുക്കേണ്ട ഒരു ഡിസിഷൻ അല്ല എന്നാണ് എൻ്റെ ഒരു മെയിൻ അഭിപ്രായം. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ജോലി ഇല്ലാതെ തീരെ കമ്പനി ടെർമിനേറ്റ് ചെയ്തവരുണ്ട്, സാലറി കിട്ടാതിരിക്കും, ഇപ്പോഴും കിട്ടുന്നില്ല, അങ്ങനെയുള്ളവരുണ്ട്, തീരെ വയ്യാത്തവരുണ്ട്, വിസിറ്റ് വിസ, ഇവർക്കെല്ലാം ആയിരിക്കണം പ്രയോറിറ്റി. അവർ പോകണമെന്ന് പറയുന്നത് നാച്ചുറലി ഒരു ആക്സെപ്റ്റബിൾ കാര്യമാണ്. പക്ഷെ ബാക്കിയുള്ളവർ ഐ തിങ്ക് ഇറ്റ്സ് മൈ ഹംബിൾ അഡ്വൈസ്, അവരെല്ലാവരും ഒന്നുകൂടെ ചിന്തിച്ച് ഒരു തീരുമാനം തന്നെ എടുക്കണം. നമുക്കിതെല്ലാവർക്കും വി ക്യാൻ ഫൈറ്റ് ഇറ്റ് ടുഗെദർ എന്ന് വളരെ ഒരു പോസിറ്റീവ് തോട്ട് എനിക്ക് എപ്പോഴും ഉണ്ട്. ഐ എം വെരി ഓപ്റ്റിമിസ്റ്റിക് ബിക്കോസ് ദ കൺട്രി ഈസ് വിത്ത് അസ്. ഈ രാജ്യം നമ്മളെല്ലാവരും കേട്ടതുപോലെ തന്നെ ഇവിടെ ലൈഫ് നോർമൽസിയാണ്. ആക്ച്വലി ഒരു ലോക്ക്ഡൗൺ ഒന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല, പാർഷ്യൽ ലിമിറ്റേഷൻസേ ഉള്ളൂ. വി വെർ ടോട്ടലി ലീഡിങ് എ നോർമൽ ലൈഫ്. എല്ലാ രീതിയിലും നമ്മൾ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കണം, മാസ്ക് വെക്കണം, ഗ്യാതറിങ് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ബഹ്റൈൻ ഈസ് വൺ ഓഫ് ദി കൺട്രീസ് വിച്ച് ഹസ് അലൗഡ് us ടു ബി ടോട്ടലി ലീവിങ് എ നോർമൽ ലൈഫ്. സോ അപ്പോൾ അതുകൊണ്ട് ദ കൺട്രി ഈസ് വിത്ത് യു. അങ്ങനെയാണ് എനിക്ക് ഓരോരുത്തരോടും പറയാനുള്ളത്, ഈ ഒരു കാറ്റഗറിയോട് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. ഡോക്ടർ ഈ ഒരു വിഷയത്തിൽ ഡോക്ടർ ബാബു രാമചന്ദ്രൻ, ഈ ഒരു സാഹചര്യത്തിൽ പ്രവാസികൾ ജോലി നഷ്ടപ്പെട്ടവരുടെ കാര്യമെടുത്ത് നോക്കുകയാണെങ്കിൽ അവരെ നമുക്ക് സഹായിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം ജോലി നഷ്ടപ്പെട്ടവർ അവരുടെ മുന്നിലേക്ക് വരുന്ന ഒട്ടേറെ ചോദ്യങ്ങളുണ്ട്. എന്തു ചെയ്യും ഇനി എന്നുള്ളത്. അവർക്ക് മുന്നിൽ ചിലപ്പോൾ അവർ അവിടുത്തെ ലോൺ എടുത്തിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ നാട്ടിലെ വലിയ ലോൺ എടുത്തിട്ടുണ്ടാകാം, വലിയ വീടുകൾ വെച്ചിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ മക്കളുടെ പഠനത്തിന് വേണ്ടിയായിരിക്കാം, അതല്ലെങ്കിൽ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ മക്കളുടെ വിവാഹത്തിന് വേണ്ടി വായ്പ എടുത്തിട്ടുണ്ടാകാം. ഇതൊക്കെ എങ്ങനെ തിരിച്ചടയ്ക്കും എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, വീടുകൾ ജപ്തി ചെയ്ത് കൊണ്ടുപോകുന്നത് തിരിച്ചടയ്ക്കാനാകാത്ത സാഹചര്യം ഉണ്ടാകുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മളുടെ ജോലി നഷ്ടപ്പെട്ട പ്രവാസി സഹോദരങ്ങൾക്ക് മുന്നിൽ ഉണ്ട്. ഏത് തരത്തിലാണ് നമ്മുടെ ഇത്തരത്തിൽ ഉള്ള ഘട്ടത്തിൽ അവരെ സഹായിക്കുവാൻ സമൂഹം തയ്യാറാകേണ്ടത്? അതായത് ഭരണകൂടം തയ്യാറാകേണ്ടത്, സംസ്ഥാനം തയ്യാറാകേണ്ടത്, ഏത് തരത്തിലുള്ള ഹെൽപ്പാണ് അവർക്ക് വേണ്ടതെന്നാണ് അങ്ങ് കരുതുന്നത്? ലിയോ പറഞ്ഞതുപോലെ, എൻ്റെ പാനലിസ്റ്റും പറഞ്ഞ പോലെ, ഈ 6000 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഏകദേശം ഒരു 20% മാത്രമേ മിക്കവാറും കുറേശ്ശെ നീങ്ങി തുടങ്ങുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പലരും ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, പലരും ഫൈനാൻഷ്യലായിട്ട് കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ള ഒരുപാട് പേരുണ്ട്, മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം ഈ മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളവരെയും പിന്നെ ഫൈനാൻഷ്യലായിട്ടും എല്ലാ പ്രോബ്ലംസിനും നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പാടാണെങ്കിൽ തന്നെ പോകണം എന്ന് തീർച്ചയുള്ള മെഡിക്കലി റീസൺസ് ഉള്ള പലരെ എനിക്കറിയാം. അവർക്ക് ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യമായിട്ട് വേണം,
പിന്നെ ഇവിടെ ഗൾഫ് കൺട്രിയിലെ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസീവ് ആണ്. അങ്ങനെയുള്ളവരെ തിരിച്ചുകൊണ്ടുപോകുമ്പോൾ ഒരു മെൻ്റൽ റീഹാബിലിറ്റേഷൻ അത്യാവശ്യമാണ്. അതായത് ഒരു സൈക്കോളജിക്കൽ രീതിയിലുള്ള കൗൺസിലിംഗ് വേണം. ഫൈനാൻഷ്യലായിട്ട് ഒരു പരിധി വരെ സഹായിക്കത്തക്ക രീതിയിൽ നമുക്ക് ശ്രമിച്ചു നോക്കാം എന്നുള്ളതാണ്. സോഷ്യൽ റീഹാബിലിറ്റേഷൻ, അതായത് ചെന്ന് കഴിയുമ്പോൾ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള കിട്ടുന്ന സപ്പോർട്ട്, പിന്നെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട്, ഇതൊക്കെ ഒരുപാട് രീതിയിൽ ഈ തിരിച്ചു പോകുന്ന പ്രവാസികളെ, കാരണം ഒരു ഗത്യന്തരവും ഇല്ലാതെ ആ രീതിയിൽ പോകുന്ന പ്രവാസികളെ സഹായിക്കാനായിട്ട് ഇങ്ങനെയുള്ള മെഷേഴ്സാണ് ആവശ്യം. അപ്പം എല്ലാ ലോൺസും ഇപ്പോൾ ഗവൺമെൻറ്റിന് റീപേ ചെയ്യാൻ പറ്റുന്നുള്ളതല്ല. പക്ഷേ എംബസി വഴി ഇവരായിട്ടൊന്ന് ബന്ധപ്പെട്ടിട്ട് എന്ത് ലോണാണ്, എങ്ങനെ നമുക്കത് മാറ്റിമറിക്കാം, ഏത് രീതിയിൽ നമുക്കത് ഓവർകം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് വളരെയധികം ഡിസ്കസ് ചെയ്ത് ചെയ്യണം. ഉടനെ ഇപ്പോൾ ചെയ്യാനുള്ളത് അത്യാവശ്യമായിട്ട് പോകുന്നവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക. ഫൈനാൻഷ്യൽ വൈസ് അവർക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, ക്വാറന്റൈൻ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി കൊടുക്കുക. മെൻ്റൽ പീസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നല്ലൊരു ശതമാനം പ്രശ്നങ്ങളും കുറയും എന്നുള്ളതാണ് ഇവിടെ ഇത്രയും നാൾ പലരായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടി അവർ തയ്യാറെടുപ്പിക്കണം. തീർച്ചയായിട്ടും. ശ്രീ ഹബീബ്, അങ്ങേക്ക് കൃത്യമായി ഇക്കാര്യത്തിൽ ഉത്തരം പറയാൻ സാധിച്ചേക്കും. അവർക്ക് സപ്പോർട്ട് കൊടുക്കണം. നമ്മുടെ കേരളത്തിലെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ വാഗ്ദാനങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തേതാണെങ്കിൽ അവർക്ക് 5000 രൂപയുടെ സഹായമാണ് തൊഴിൽ നഷ്ടപ്പെട്ടവരുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പറയുന്നത്. പക്ഷേ അതിൽ ഒതുക്കേണ്ടതാണോ പ്രവാസികളെ സഹായിക്കേണ്ടത്? കാരണം പ്രവാസികളുടെ കാര്യം ചർച്ച ചെയ്യുവാൻ കോടികൾ മുടക്കി സമ്മേളനങ്ങൾ നടത്തിയ സർക്കാരാണ് ഇത്. ഒപ്പം ഈ മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി ദുബായിലെത്തി 2017 നടത്തിയ പ്രഖ്യാപനം അത് എല്ലാവരും ശ്രദ്ധിച്ചതാണ്. അന്ന് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. പക്ഷേ അതിനെക്കുറിച്ച് ഇപ്പോഴൊന്നും മിണ്ടുന്നുമില്ല. അതായത് ജോലി നഷ്ടപ്പെടുന്ന പ്രവാസികൾക്ക് 6 മാസം അവർ ഗൾഫിൽ നേടിക്കൊണ്ടിരുന്ന ശമ്പളത്തിൻ്റെ തുല്യമായ തുക നാട്ടിൽ നൽകും എന്നുള്ളത് സംബന്ധിച്ച്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ നടത്തും എന്നുള്ളതാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അതുപോലെ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഈ വാഗ്ദാനങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുവാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുമോ? എന്താണ് അങ്ങേക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? കാരണം ഇപ്പോൾ മടങ്ങിയെത്തുന്നവർ ചോദിക്കുന്നത് അതാണ്. അവരുടെ കയ്യിൽ നയാ പൈസ ഇല്ലാതെ നാട്ടിലേക്ക് മടങ്ങിയെത്തുന്ന കുറേയേറെ പേരുണ്ട്, തൊഴിൽ നഷ്ടമായും മറ്റുമൊക്കെ. അവരുടെ കാര്യം അതാണ് നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത്. അവർക്ക് എന്ത് സഹായമാണ് കൊടുക്കേണ്ടതെന്നാണ്. ഇപ്പോൾ പ്രഖ്യാപിച്ച സഹായം പര്യാപ്തമാണോ? എന്താണ് അങ്ങയുടെ അഭിപ്രായം? തീർച്ചയായിട്ടും ഇതിലെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏകദേശം 2019 79 ബില്യൺ രൂപയാണ് NRIകളുടെ വരുമാനം ഗവൺമെൻറ്റിന്. അപ്പോൾ ഇവിടുന്ന് പ്രവാസികൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിനെ ബാധിക്കുന്നത് 2 ഗവൺമെൻറ്റുകളെയുമാണ്. ഇന്ത്യൻ ഗവൺമെൻറ്റിനെയും അതോടൊപ്പം തന്നെ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റിനെയും തീർച്ചയായിട്ടും ഇതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും. ആ സാഹചര്യത്തിൽ 2 ഗവൺമെൻറ്റുകളും ഒരു 2ാം തരം പൗരന്മാരായി പ്രവാസികളെ കാണാതെ സമയയുക്തമായി ഇടപെട്ടുകൊണ്ട് തീർച്ചയായിട്ടും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, കാരണം ഇപ്പോൾ തന്നെ ഈ ഫ്ലൈറ്റ് സർവീസ് തുടങ്ങാൻ ബുദ്ധിമുട്ടായി, വളരെ ഡിലേ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തു വന്നത്. ഇവിടെ ഈ ജോലി പോയ പ്രവാസികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയ ഒരു സംഘടനയുടെ പ്രതിനിധി എന്ന നിലക്ക് 2-3 മാസമായപ്പോഴേക്കും ശമ്പളം കിട്ടാത്തതിൻ്റെ പ്രയാസത്തിൽ നേരത്തെ രാജു ഉണ്ണികൃഷ്ണ മേഡം പറഞ്ഞ പോലെ വാടക കൊടുക്കാനില്ലാതെ, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളായ മക്കളുടെ ട്യൂഷൻ ഫീസ് കൊടുക്കാനില്ലാതെ, ഭക്ഷണത്തിന് പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നേരിൽ കണ്ട ഒരു വ്യക്തി എന്ന നിലക്ക് ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തുനിന്ന്, ബഹ്റൈനെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഒരു അംബാസഡർ ഇല്ലാത്തൊരു സാഹചര്യമാണ്. അദ്ദേഹം 2 ആഴ്ചക്ക് മുമ്പാണ് ചാർജ് എടുത്തത്, പക്ഷെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഒരു ക്രോഡീകരണം ഇതിൻ്റെ പേരിൽ നടന്നിട്ടില്ല. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റിനെ എത്രത്തോളം നമ്മൾ കുറ്റം പറയുന്നു, അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റും പ്രവാസികളുടെ കാര്യത്തിൽ കാണിച്ചത് വളരെ പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിലുള്ള തീരുമാനങ്ങളായിരുന്നു. ഞങ്ങൾ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് തന്നത് വളരെ തുച്ഛമായ എണ്ണാൻ പറയാൻ പോലും പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിലുള്ള ഫുഡ് ഡ്രൈ കിറ്റുകളാണ് തന്നത്. ഇതല്ല ഇവിടെ വേണ്ടത്. കാരണം ഞങ്ങൾ ഇതിൻ്റെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് മനസ്സിലായത്, ഭക്ഷണത്തിന് പോലും പ്രയാസം അനുഭവിക്കുന്ന, നമ്മുടെ ജീവിതത്തിലൊന്നും ഒരു പക്ഷേ കാണാനിടയില്ലാത്ത ആളുകൾ, ഒരുപാട് സംഘടനകൾക്ക്, ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കും അല്ലെങ്കിൽ അതുപോലെയുള്ള ICRF, കേരള സമാജം പോലുള്ള സംഘടനകളെ, KMCC പോലുള്ള സംഘടനകളൊക്കെ സഹായിക്കുന്ന ആളുകൾ പോലും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന ഒരവസ്ഥ
ഇത് പരിഗണിക്കാൻ ഇന്ത്യൻ എംബസി ഇടപെടുന്നതാണ്. അതാണ് അതിലൊരു കാര്യം. രണ്ടാമത്, തിരിച്ചു വരുന്ന ആളുകൾ, നമ്മൾ എപ്പോഴും പ്രവാസികളെ കുറിച്ച് പറയാറുണ്ട്, അഭ്യസ്തവിദ്യരായ ആളുകളാണ് നമ്മുടെ ഏറ്റവും വലിയ സോഴ്സ്. ആ സോഴ്സാണ് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ജോലി ചെയ്ത് ഈ രാജ്യങ്ങളൊക്കെ ഇന്ന് ഈ കാണുന്ന രൂപത്തിലേക്ക് എത്തിച്ചതിൻ്റെ വലിയൊരു വിഭാഗം മലയാളികളായ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളാണ്. അത് ഏതെങ്കിലും ജാതിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെയോ ആളുകളല്ല. എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരേപോലെ കണ്ടുകൊണ്ട് ഈ മഹത്തായ ഈ ഗൾഫ് രാജ്യത്തിലുള്ള ഭരണാധികാരികൾ അവർ നമുക്ക് വേണ്ട റിസോഴ്സ് നമുക്ക് ഒരുക്കി തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആളുകൾ വന്നുകൊണ്ടാണ് ഈ രാജ്യത്തെ ഇത്തരം വലിയ ഒരു വികസനത്തിലേക്ക് എത്തിച്ചത്. ഈ ആളുകളാണ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. കാരണം ഇവിടെയൊക്കെ നാഷണലൈസേഷൻ വന്നു തുടങ്ങി. ഇപ്പോൾ ഒമാന് പൂർണ്ണമായിട്ട് നാഷണലൈസേഷൻ വന്നു കഴിഞ്ഞു. അവിടെ ഇത്തരം വിദ്യാസമ്പന്നരായ ആളുകളൊക്കെ തിരിച്ചു വരുമ്പോൾ എങ്ങനെ അവരെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഇരു ഗവൺമെന്റും ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് തിരിച്ചു വരുന്നത്. നമുക്കറിയാം, IT വിദഗ്ധരുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് സെക്ടറിൽ വലിയ ആ രാജ്യത്തിന്റെ വികസനത്തിന് നല്ലൊരു വിഭാഗം സംഭാവന ചെയ്ത ആളുകൾ തിരിച്ചു വരുമ്പോൾ ബുദ്ധിയുള്ള ഗവൺമെന്റുകൾ അവരെ ഉപയോഗിക്കാനാണ് പരിശ്രമിക്കേണ്ടത്. അതുവഴി നമ്മുടെ രാജ്യം ഒരു സ്വയം പര്യാപ്തതമായി കൈവരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ മറികടക്കാൻ സാധിക്കും. മറ്റൊന്ന് കാര്യം, ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞ പോലെ ഈ ഇന്ത്യൻ എംബസിയുടെ ഫണ്ട്, നമ്മൾ ജയാമോഹൻ മാഡം പറഞ്ഞ പോലെ ഇന്ത്യൻ എംബസിയുടെ ഫണ്ട്, ഒരുപാട് ഫണ്ടുകൾ, വെൽഫെയർ ഫണ്ടുകൾ അവിടെ കെട്ടിക്കിടക്കുകയാണ്. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അത് ഈ സാഹചര്യത്തിൽ യൂട്ടിലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു സാഹചര്യം എപ്പോഴാണ് ഇത് ഉണ്ടാവുന്നത്? കാരണം ഇതൊരു പ്രളയമല്ല. ഇതിന്റെ റിയാക്ഷൻ വളരെ കൂടുതൽ കാലം നിലനിൽക്കും. ഏകദേശം ഇനി ഒരു 6 മാസം കൂടിയും ഇതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ഞങ്ങളുടെ ചെറിയ പഠനത്തിൽ. അപ്പോൾ ആ ഫണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നാട്ടിൽ നിന്ന് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ ഫാമിലികൾ, ഇവരയക്കുന്ന ശമ്പളം കൊണ്ട് ജീവിക്കുന്നവർ അവിടെ പ്രയാസത്തിലാണ്. അവരെ ഇപ്പോഴെങ്കിലും സഹായിക്കാൻ അവിടുത്തെ എല്ലാ രാഷ്ട്രീയ അതോടൊപ്പം തന്നെ ഭരണകർത്താക്കളും മുന്നോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു ഡാമേജിലേക്ക് നമ്മുടെ കുടുംബം പ്രവാസികളുടെ കുടുംബം പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് 5000 രൂപയൊക്കെ വളരെ തുച്ഛമായതാണ്. കാരണം നമുക്കറിയാം 5000 രൂപ അതും ചിലവർക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായാൽ പോലും അവർക്ക് മെഡിസിൻ വാങ്ങാനും ഭക്ഷണം വാങ്ങാനും സാധിക്കാതെ വരും. അപ്പോൾ ഒന്നുകിൽ ആ എമൗണ്ട് വർദ്ധിപ്പിച്ച് എല്ലാ പ്രവാസികളെയും, ആരൊക്കെയാണോ രജിസ്റ്റർ ചെയ്തത് ഇതിനാവശ്യമുള്ളവർ, അവരെയൊക്കെ കണ്ടെത്തിയിട്ട് അവരെ വീട്ടിലേക്ക് എത്തിക്കുന്നത്. അത് പല ആളുകൾക്കും ഇവിടെ NRE അക്കൗണ്ട് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിൽ ആ ക്യാഷ് ആക്സസ് ആവില്ല എന്നാണ് അവർ പറയുന്നത്. ഉള്ള അക്കൗണ്ടിലേക്ക് ആ കാശ് ഒന്നും കൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് അവർക്ക് എത്തിക്കുക. അങ്ങനെയുള്ളൊരു നടപടി തുടർച്ചയായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഈ സന്നിഗ്ധ ഘട്ടത്തിൽ പ്രവാസികളെ സഹായിക്കാത്ത എല്ലാ ഗവൺമെന്റുകളും ഉത്തരം പറയേണ്ടി വരും. കാരണം എല്ലാ സമയത്തും പ്രവാസികൾ കൈനീട്ടി തന്നവരാണ്. എന്താവശ്യങ്ങൾ ഏത് ഗവൺമെന്റ് ആളുകളും, അങ്ങ് പറഞ്ഞ പോലെ ലോക കേരള സഭയാണെങ്കിലും ഏത് സഭകൾ നടക്കുന്ന സമയത്തും പ്രവാസികൾ സഹായിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ വിദേശ രാജ്യ നേതാക്കന്മാരും ഒക്കെ വരുമ്പോൾ അവർക്ക് വേണ്ട ഫണ്ടും കാര്യങ്ങളും ഒക്കെ സ്വരൂപിക്കുന്നതിൽ ഇന്ത്യയുടെ പ്രവാസികൾ എന്നും മുന്നോട്ട് നിന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രവാസികളുടെ പ്രയാസങ്ങൾ വരുമ്പോൾ ഇവരൊരു രണ്ടാം തരം പൗരന്മാരായി കാണാതെ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾ, ഇവിടെ ഡോക്ടർ പറഞ്ഞ പോലെ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ക്യൂ നിൽക്കുക. ഒരുപക്ഷെ അദ്ദേഹം ഞാനൊക്കെ പ്രവർത്തിക്കുന്നത് ഒരേ ഫീൽഡിലായതുകൊണ്ട് ഞങ്ങൾക്കിത് കൂടുതൽ അറിയാൻ കഴിയും. രാജു ഉണ്ണികൃഷ്ണ മേഡത്തിന് അറിയാൻ കഴിയും. കാരണം നിരന്തരം ഫോണുകൾ വരുന്നുണ്ടാവാം. ഒരുപാട് ആളുകൾ ഇപ്പോൾ അനുഭവിക്കുന്നത് കൊറോണയേക്കാൾ വലിയ പ്രയാസം കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ജോലി പോയതിൽ പ്രയാസം, അവർക്ക് മക്കളിലെ വിദ്യാഭ്യാസത്തിനെ സംബന്ധിച്ച് പ്രയാസം, ഇതിനൊക്കെ ക്രോഡീകരിക്കാൻ എംബസിയുടെ ഭാഗത്തുനിന്ന് ഒരു വിധത്തിലുള്ള പ്രവർത്തനവും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഒന്നാമത് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അവിടെ സ്റ്റാഫിന്റെ ഷോർട്ടേജ് ഉണ്ട് എന്നുള്ളത്. ഈ സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ LMRയൊക്കെ ചെയ്യുന്നത് താൽക്കാലികമായി ജോലിക്കാരെ എടുത്ത്, കാരണം ഒരുപാട് ആൾക്കാർ ജോലി പോയിട്ടുണ്ട്, അവരെയൊക്കെ എടുത്തുകൊണ്ട് എംബസിയുടെ വളണ്ടിയർ ടീമിനെ വികസിപ്പിച്ചെടുത്തുകൊണ്ട് ഈ രാജ്യത്ത് പ്രയാസം അനുഭവിക്കുന്ന എല്ലാവിധ ജനങ്ങളെയും കണ്ടെത്തി അവർക്ക് വേണ്ട സഹായം എത്തിക്കാൻ ഇടപെടണം എന്നുള്ളതാണ്. എംബസി പറയുന്നത് കേരള കമ്മ്യൂണിറ്റി മാത്രമാണ് ഞങ്ങളെ ബന്ധപ്പെട്ടത്. അത് കേരളത്തിലുള്ള ജനങ്ങൾ സംഘാടകരും സംഘടിതരുമായതുകൊണ്ടാണ്. മറ്റുള്ള സംസ്ഥാനത്തെ ആളുകൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട്, ഇന്നലെയൊക്കെ ഞങ്ങൾ ബന്ധപ്പെട്ടത് തെലങ്കാനയിൽ നിന്നും UPയിൽ നിന്നും അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെയാണ് KMCCയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടി. അതിൽ നല്ലൊരു വിഭാഗം ഫീമെയിലാണ്, ഫാമിലിയാണ്. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ സഹായിക്കാൻ ഇന്ത്യൻ എംബസിയുടെ ഫണ്ട് നിർബന്ധമായിട്ടും
അത് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ അങ്ങ് പറഞ്ഞ പോലെ ഉപയോഗപ്പെടുത്തണം. ഇതല്ലെങ്കിൽ മറ്റൊരു സാഹചര്യം നമുക്ക് വരാനില്ല. കാരണം ഒന്നാമത് തിരിച്ചു കൊണ്ടുവന്ന കാര്യത്തിൽ ഇന്ത്യൻ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യം മാറി കൃത്യമായ ഒരു വിവരം എത്തിച്ച്, കാരണം 3 മാസമായി ഇത് ഒരു പ്ലാൻ ഇപ്പോഴും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് 2 ഗവൺമെന്റിന്റെയും പരാജയമാണ്. ഒരു കാരണവശാലും അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടുത്തെ പ്രവാസികൾ ഇതിലൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടുമില്ല. ഇതിൽ ആർക്കും ഒരു രാഷ്ട്രീയത്തിന്, ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് പ്രവാസികളെ സംബന്ധിച്ച്. കാരണം പ്രവാസികളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ഒരു വിഷയമാണ്. ഇതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി തുടക്കത്തിൽ പറഞ്ഞത് 130 കോടി ജനങ്ങളുടെ പ്രശ്നമാണ് ഇതെന്ന് പറഞ്ഞ് ലോകത്തിന് മാതൃകയാകുന്ന രൂപത്തിൽ പ്രവർത്തിച്ച ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി, ലോകത്തിന് ഇത്രയും വലിയൊരു, കാരണം വലിയൊരു ലോക്ക്ഡൌണിലേക്ക് പോകാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി കാണിച്ച ധൈര്യത്തെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ കേരള മുഖ്യമന്ത്രി നടത്തുന്ന പ്രവർത്തനത്തെയും. പക്ഷെ അതിലൊന്നും രാഷ്ട്രീയം കാണരുത്. ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ഇതിന് പ്രവാസികളെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലുള്ള തീരുമാനം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. KMCCയെ സംബന്ധിച്ച് ഇത് ഒരു മാനുഷിക പരിഗണനയാണ്, മാനുഷികമായിട്ടുള്ള ഇടപെടലാണ്. ഞങ്ങൾക്ക് ഇതിൽ KMCC ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. KMCC ഇനി അങ്ങോട്ട് ഈ പ്രവാസികൾക്ക് മുന്നിലേക്ക് കൈനീട്ടി വരുന്ന ഏത് നേതാവാണെങ്കിലും, അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ നേതാവായിക്കൊള്ളട്ടെ, അവർ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ചില്ല എങ്കിൽ തല ഉയർത്തി നിന്ന് നെഞ്ചു വിരിച്ചു നിന്ന് ചോദിക്കുമോ, എന്തുകൊണ്ട് സഹായിച്ചില്ല, ഇനി നിങ്ങൾ ചിരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മുന്നിലേക്ക് വരേണ്ടതില്ല എന്ന് ചോദിക്കുമോ? നിങ്ങൾ ഇപ്പോൾ സഹായിക്കാത്ത നേതാക്കൾ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ചോദിക്കുമോ KMCC? തീർച്ചയായിട്ടും. അത് KMCC മാത്രമല്ല, പ്രവാസി ലോകത്തുള്ള എന്റെ ഈ പാനലിൽ ഇരിക്കുന്ന ആളുകളടക്കം എല്ലാവരും ചോദിക്കാൻ ബാധ്യസ്ഥരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എല്ലാവരുടെ മനസ്സിലും ഇതിന്റെ ഒരു കനലുണ്ട്. ആ കനല് നിലനിൽക്കുക തന്നെ ചെയ്യും. KMCC മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും നേതാക്കന്മാരും നിരന്തരം ഞങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട്. തീർച്ചയായും അത്തരത്തിലുള്ള ചോദ്യം ചോദിക്കുക തന്നെ വേണം. എന്തായാലും നമുക്കൊരു ഇടവേള കൂടി അനിവാര്യമായിരിക്കുന്നു. പ്രവാസ ലോകം കൈയച്ച് സഹായിച്ചതാണ് നമ്മുടെ നാടിനെ. അപ്പോൾ സഹായത്തിനായി കൈനീട്ടുമ്പോൾ അവർക്ക് ബലിഷ്ഠമായ കരങ്ങൾ തന്നെ നീട്ടിക്കൊടുക്കണം. അതിനൊപ്പം സഹായവും സാന്ത്വനവും വേണം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.